രാവിലെ കുളിച്ചൊരുങ്ങി നമ്മുടെ അമ്പലത്തിലേക്ക് ഒന്ന് പോകുമ്പോൾ കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു സുഖമാണ് കേട്ടോ. ഒരു ഭയങ്കര പോസിറ്റീവ് ഫീലാണ്. അന്നത്തെ ആ ഒരു ഡേ ഫുൾ ആ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും. എന്നും പോകണമെന്നാണ് മനസ്സിലാഗ്രഹം കേട്ടോ. പക്ഷേ രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞ് കുളിച്ചൊരുങ്ങി റെഡിയായി വരുമ്പോൾ സമയം ഒന്നാവും. പിന്നെ ഏത് അമ്പലമാണ് ഉള്ളത്? പിന്നെ പോക്ക് നടക്കത്തില്ല കേട്ടോ. രാവിലെ എണീറ്റ് കുളിച്ചൊരുങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജോലി ചെയ്യുന്നത് ഇഷ്ടമല്ല. അതാണ് മെയിൻ പ്രശ്നം. എന്നാലും അമ്പലത്തിൽ പോയിട്ട് വന്ന് ജോലി ചെയ്യാമല്ലോ എന്ന് നിങ്ങൾക്ക് കരുതുന്നുണ്ടാവും. എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. ജോലി ചെയ്ത് വിയർത്ത് മുഷിഞ്ഞാൽ പിന്നെ എനിക്ക് വീണ്ടും കുളിക്കണം. എപ്പോഴും കുളിച്ചുകൊണ്ടിരിക്കൽ നടക്കില്ലല്ലോ. അതുകൊണ്ടാണ് എന്നും രാവിലെ എണീറ്റ് അമ്പലത്തിൽ വരാനും മടിക്കുന്നത്. പക്ഷെ ആ അമ്പലത്തിൽ വന്ന് കുറിയെല്ലാം ഇങ്ങനെ തൊടുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ മുഖത്തില്ലാത്ത ഐശ്വര്യം ആ ചന്ദനം തൊടുമ്പോൾ മുഖത്ത് വരും. അതൊരു വല്ലാത്തൊരു ഫീലാണ്. അങ്ങനെ രാവിലെ അമ്പലത്തിലെല്ലാം പോയി. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കിച്ചൺ ചെറുതായിട്ടൊന്ന് റിനോവേറ്റ് ചെയ്യാനൊരു ഐഡിയ ഉണ്ട്. ചെറിയ രീതിയിലാട്ടോ, വലിയ രീതിയിലൊന്നുമില്ല. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് തുടങ്ങി. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ആ ഏരിയയിലേക്ക് ഇപ്പോഴെങ്ങും തിരിഞ്ഞ് നോക്കത്തില്ലായിരുന്നു. ഡോറും അതും ഇതൊക്കെ ഇളവി ഇങ്ങനെ വീഴാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ചെറിയൊരു രീതിയിൽ അതിനെ മാറ്റി വേറൊന്ന് പുതിയത് വയ്ക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ റിനോവേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ കിച്ചൺ വളരെ ചെറുതാണ്. അതിൽ നമുക്ക് ചെയ്യാൻ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതിലുള്ള ഭംഗിയെ വരുത്താൻ പറ്റത്തുള്ളൂ. എനിക്ക് ഭയങ്കര ലക്ഷറീസ് ആയിട്ട് ഭയങ്കര മോഡുലറായിട്ടൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ കിച്ചണിൽ 2 പേർക്ക് പോലും കഷ്ടിച്ച് നിൽക്കാൻ പറ്റത്തേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റേതായ അനുസരിച്ച് മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്നും ഇതിനെല്ലാം ഇളക്കി മാറ്റിയിട്ട് പുതിയതായിട്ടൊന്നുകൂടെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ പിടിപ്പിക്കാം എന്നൊരു പ്ലാനാണ്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കിച്ചൺ ചിമ്മിനിയൊക്കെ നോക്കാനായിട്ട് പോയതാണ്. ഞാൻ ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോഴും 100 കടയിൽ കയറി ഇറങ്ങി വില വ്യത്യാസം നോക്കിയിട്ടേ വാങ്ങത്തുള്ളൂ. അവിടെ എവിടെയാണോ 100 രൂപ കുറഞ്ഞിരിക്കുന്നത് അവിടെ നിന്നേ വാങ്ങത്തുള്ളൂ. അങ്ങനെ കുറേ കടകളിലൊക്കെ കയറി ഒരു കട ഞാൻ ഫിക്സ് ചെയ്ത് വാങ്ങാമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ട് ജസ്റ്റ് ആമസോണിൽ നോക്കിയപ്പോൾ സെയിം പ്രോഡക്റ്റിന് 5000 രൂപ വിലക്കുറവ്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ആമസോണിൽ കയറി അതങ്ങ് ഓർഡർ ചെയ്ത് കേട്ടോ. അതെങ്ങനെയാണ് ഇത്രയും വ്യത്യാസം വന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇയറിൻ്റെ വ്യത്യാസമോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നറിയത്തില്ല. എന്തായാലും വാറൻറ്റിയൊക്കെ സെയിം തരുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ സെയിം സാധനം ഇതിൽ കിട്ടുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് 5000 രൂപ കുറഞ്ഞ സാധനം വാങ്ങിച്ചൂടാ. അങ്ങനെ അത് തന്നെ അങ്ങോട്ട് ഓർഡർ ചെയ്തു. ഇനി വരേണ്ട താമസം, കിച്ചൺ ഒന്ന് പുതുക്കി പണിയേണ്ട താമസം. ഈ ചിമ്മിനി വച്ച ശേഷം ബാക്കി പരിപാടികൾ ചെയ്യാമെന്നും പറഞ്ഞ് വെയിറ്റിങ്ങിലാണ് ഗൈസ്. അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് കാണാം.